മെയിനായിട്ട് സ്ലോ കാണാൻ സാധിച്ചിട്ടുള്ളത്
ഇത്ര ക്രൂരമായിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്? അതേപോലെ ഒരു കേസ് മാത്രമല്ല, ഓഗസ്റ്റ് 9 ഈ കേസ് നടന്നു. ഓഗസ്റ്റ് 12 ഒരു അംഗവികലായിട്ടുള്ള ഒരു കുട്ടിക്ക് റേപ്പ് ചെയ്തിട്ട് കൊന്നു. അതേപോലെ ഓഗസ്റ്റ് 13 അയാളെതിരെ ആരെങ്കിലും അപ്പോസിറ്റായിട്ട് സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ അവരെ ഗതി ഇങ്ങനെയാണ്. എന്തുകൊണ്ടും ഈ ഒരു വിഷയത്തിൽ നീതി എന്ന് പറയുന്നത് വിഷയങ്ങളാണ് അവിടെ നടത്തുന്നത്. ഈ നടന്ന വിഷയത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ട് ഒരു പോലീസ് കേസ് എടുക്കാണ്ട് എല്ലാവർക്കും ഭാരതീയ ജനതാ പാർട്ടി മഹിളാ മോർച്ച നടത്താൻ തീരുമാനിച്ചു. ഇന്നലെ പിന്നെ ഇന്നായിട്ട് നാഷണൽ ലീഡാക്കി എല്ലാ ഡിസ്ട്രിക്റ്റും പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരേ ഒരു ആഗ്രഹമാണ് മമതാ ബാനർജി റിസൈൻ ചെയ്യണം. അവിടെ ഒരു നല്ലതായിട്ടുള്ള ചീഫ് മിനിസ്റ്റർ വരണം. ഇത് ആദ്യമായിട്ടൊന്നും അല്ല, വീണ്ടും 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 ആവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? ഒരു ആളിങ്ങനെ ഉണ്ടെങ്കിൽ അതേ ആൾക്ക് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീണ്ടും ആവർത്തിക്കാറുണ്ട്. എല്ലാവർക്കും ഒരു ഗ്രാൻഡഡ് ആയിട്ടുണ്ട്. എന്തുകൊണ്ട് എന്ത് ചെയ്തെങ്കിലും പോലും നമുക്കൊരു പണിഷ്മെന്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാതെ പറയുന്ന ഒരു ഇത് വന്നുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ കുട്ടികൾ പോകുന്നത്. എല്ലാവരും പറയുന്നത് പറഞ്ഞെങ്കിൽ അമ്മയാണ്, ഈ പറഞ്ഞെങ്കിൽ ദേവിയാണ്, ഈ പറഞ്ഞെങ്കിൽ ഒരു റെസ്പെക്ട് കൊടുക്കുന്നതാണ്. പക്ഷെ എവിടെയാണ് സ്ത്രീക്ക് റെസ്പെക്ട് കിട്ടുന്നത്? പ്രിയമുള്ളവരെ, നമുക്കിത് ഒരു പ്രതിഷേധം മാത്രം ആക്കിയിട്ട് മാറ്റിയെടുക്കുന്നതല്ല, ഇത് ശക്തമായിട്ടുള്ള പ്രതിഷേധമാക്കിയിട്ട് ഇനി ഇവിടെ മാത്രം വെസ്റ്റ് ബംഗാളിൽ മാത്രമല്ല, ലോകത്ത് എവിടെയോ ഇങ്ങനെ ഒരു കുറ്റം ചെയ്യാൻ പാടില്ല. ഈ ഒരു ആ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചക്കനെ കൊണ്ടുവന്നു, ഡമ്മി കേസ്, ഡമ്മിയായിട്ടുള്ള ഒരു വ്യക്തിനെ കൊണ്ടുവന്നു. അതേപോലെ അമ്മയ്ക്കുള്ള ഒരു എവിഡൻസ് പോലും ഇവർ ഇല്ലാതാക്കി. എന്തുകൊണ്ടാണ് ഇവർ എവിഡൻസ് പോലും ഇല്ലാതാക്കി? ഇവർക്ക് വേണ്ടി ആൾക്കാർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഗവൺമെന്റ് അവർക്ക് സപ്പോർട്ട് ആക്കിയിട്ട് അവർ സേഫറാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറ്റങ്ങൾ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ചിരിയും വരുന്നു, ആശ്ചര്യമാവുന്നു. ഇന്നല വെസ്റ്റ് ബംഗാളിൽ നടന്ന ഒരു പ്രതിഷേധം ലീഡ് ചെയ്തത് മമതാ ബാനർജിയാണ്. എന്തുകൊണ്ടാണ് ഈ മമതാ ബാനർജി ലീഡ് ചെയ്തത് പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട്? ഇയാളാണ് ചീഫ് മിനിസ്റ്റർ, ഇയാൾക്ക് ഇയാളെ സ്റ്റേറ്റ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവരുടെ സ്റ്റേറ്റിന് എതിരെന്ന് ഇയാളെ പ്രതിഷേധം നടത്തുന്നു. ഇതൊരു നാട്ടുകാർക്ക് കാണിക്കുന്ന ഒരു കളിയാണോ? ഇനിയായെങ്കിൽ ഇത് സ്റ്റോപ്പ് ആവണം. ഇത് ഇന്നൊക്കെ മാത്രം സ്റ്റോപ്പ് ആക്കുന്നില്ല. ഇത് ഇനി നിന്നിട്ടില്ലെങ്കിൽ സ്ത്രീകൾ ഇന്ന് നമുക്ക് നൂറുകണക്കിലുണ്ടാവും, നാളെ ആയിരക്കണക്കിലാവും, ലക്ഷക്കണക്കിൽ നമ്മൾ സ്ത്രീകൾ ഒറ്റക്കെട്ടായിട്ട് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടായിട്ട് സ്ത്രീകൾക്ക് സുരക്ഷ കൊണ്ടുവരുന്ന ഇങ്ങനെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധത്തെ എൻ്റെ വാക്കുകൾ നന്ദി, നമസ്കാരം.